ഹോർമൂസ് കടലിടുക്ക് അമേരിക്കൻ പ്രദേശമായി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ ശക്തമായ സാമ്പത്തിക നാവിക ഉപരോധങ്ങൾ തുടരുമെന്നും വ്യക്തമാക്കിയ ട്രംപ് ഇറാൻ കനത്ത പരാജയമാണ് നേരിടുന്നതെന്നും അവരുടെ നിലവിലെ നടപടികൾ തുടരാൻ അമേരിക്ക അനുവദിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകി. ഇറാൻ ആണവായുധ ശേഖരം സ്വന്തമാക്കുന്നത് അമേരിക്കയ്ക്ക് അംഗീകരിക്കാനാകില്ല. ഇന്ധനവിലയിലെ വർധനവ് നേരിടാൻ അമേരിക്ക സജ്ജമാണ്. എന്നാൽ ഒരു കാരണവശാലും ഇറാനെ ആണവായുധ ശേഖരം സ്വന്തമാക്കാൻ അനുവദിക്കില്ലെന്നും ഇറാനെതിരായ നാവിക ഉപരോധം ഉരുക്കുമതിൽ പോലെ ശക്തമാണെന്നും ട്രംപ് പറഞ്ഞു. ഇതുവരെ കാണാത്ത തരത്തിലുള്ള കടുത്ത നടപടികൾ അടുത്ത ആഴ്ച ഇറാനെതിരെ സ്വീകരിക്കുമെന്ന് യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബിസന്റ് പ്രസ്താവിച്ചു. പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ദുർബലമായ സാഹചര്യത്തിൽ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുകയാണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഒറ്റപ്പെടലിന്റെ ചരിത്രത്തിൽ അഭൂതപൂർവമായ നടപടികളാകും അമേരിക്ക നടപ്പാക്കുക. സാമ്പത്തിക സമ്മർദ്ദവും നാവിക ഉപരോധവും ഒരുമിച്ച് നടപ്പാക്കും. തുടർച്ചയായുള്ള ഉപരോധം ഇറാൻ തുറമുഖങ്ങളിലേക്കുള്ള ചരക്കുനീക്കം പൂർണ്ണമായി തടയുമെന്നും സ്കോട്ട് ബിസന്റ് വിശദീകരിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് മടങ്ങാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുമുള്ള തങ്ങളുടെ വ്യവസ്ഥകളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഇറാൻ വ്യക്തമാക്കി. അമേരിക്ക യുദ്ധനഷ്ടപരിഹാരം നൽകണമെന്നും മേഖലയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ജൂണിലെ കരാർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചർച്ചകളിൽ ഇതുവരെ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് മുതിർന്ന ഇറാനിയൻ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്നതിനിടെ തങ്ങളുടെ എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായതായി അബുദാബി നാഷണൽ ഓയിൽ കമ്പനി അറിയിച്ചു. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും കമ്പനി വ്യക്തമാക്കി. വ്യാഴാഴ്ച വൈകുന്നേരവും ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച 2 അഡ്നോക് ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടിരുന്നു.